ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. പരാശ്രയമില്ലാതെ നിലനിൽപ്പില്ല എന്നത് ഏവർക്കും അറിയുന്ന വസ്തുതയാണ്. അതായത് ആരും അവനവനിൽ തന്നെ പൂർണ്ണരാകുന്നില്ല എന്നർത്ഥം. മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവരുമായി കൂട്ടുകൂടാതെ നിലനിൽക്കുക അസാധ്യമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവണം, നല്ലതിനെ തിരഞ്ഞെടുക്കണം എന്ന ഉപദേശം ഇന്ന് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല. എങ്കിലും ഒരു കാര്യം അവനവന് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഏതു കൂട്ടുകെട്ടിൽപ്പെട്ടാലും അവനവന്റെ അസ്തിത്വം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നത്. മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 21-ാം അധ്യായം ഈ അസ്തിത്വത്തെ മുൻനിർത്തിയുള്ളതാണ്. കാരണം അസ്തിത്വം ഇല്ലാത്തതൊന്നും നിലനിൽക്കില്ല. ഇതുവരെയുള്ള അധ്യായങ്ങൾ വിവിധങ്ങളായ ലഹരികളെക്കുറിച്ചും അതുപയോഗിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് മോചിതരാകാനുള്ള വഴികളെക്കുറിച്ചും അതാത് മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. എന്നാൽ ലഹരി ഉപയോഗിച്ചതുമൂലം അസ്തിത്വം നഷ്ടപ്പെട്ട് നിലനിൽക്കാൻ കഴിയാതെ വന്നവരുടെ തുറന്നു പറച്ചിലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നതിനാൽ അങ്ങനെ ഒരു തുറന്നു പറച്ചിലേക്ക് ഈ അധ്യായം കടക്കുന്നു. കോഴിക്കോട് ചെറുവണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു യുവാവ് പൊതുജനമധ്യത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞ തന്റെ ജീവിതാനുഭവമുണ്ട്. ഒരുപക്ഷെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായ പ്രചാരണായുധം ഇത്തരം തുറന്നു പറച്ചിലുകളാണ്. ആ യുവാവിന്റെ അനുഭവത്തിലേക്ക് പോകും മുമ്പ് തുടക്കത്തിലേ പറഞ്ഞുവല്ലോ ശരിയായ കൂട്ടുകെട്ടിന്റെ ആവശ്യകതയെക്കുറിച്ച്. എപ്പോഴും അത് സാധ്യമല്ലെങ്കിലും സാധ്യമാകുമ്പോഴൊക്കെ അത് പ്രാവർത്തികമാക്കണം. യുവാവ് പറയുന്നത് നോക്കൂ. ഒരിക്കലും ഒരു സിഗരറ്റ് പോലും വലിച്ചു നോക്കണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടില്ല. അങ്ങനെ വലിച്ചു നോക്കിയിട്ടില്ലാത്ത താൻ ഒരിക്കൽ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി MDMA ഉപയോഗിച്ചു. MDMAയുടെ മറ്റൊരു പേര് എക്സ്റ്റസി എന്നാണ്, ഉന്മാദം. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു രസത്തിന് ആ യുവാവ് MDMA ഉപയോഗിച്ചു. ഞാനൊരു സിഗരറ്റ് പോലും വലിക്കാതെ നടന്ന ഒരു വ്യക്തിയായിരുന്നു. ലഹരി പറഞ്ഞ സാധനം സിഗരറ്റ് വലിക്കാൻ കൂടി എന്റെ കൂടെ ഉള്ളവർ വലിക്കുമ്പോഴൊക്കെ ഞാൻ ഓരോ ചീത്ത പറഞ്ഞ് അത്രയും എതിരുണ്ടായിരുന്ന ഒരു ആളായിരുന്നു ഞാൻ. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കറങ്ങാൻ വന്നതാണ്. അന്നാണ് ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവരെന്നോട് പറയാറ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, ഇത് MDMA എന്നോട് പറഞ്ഞിട്ടില്ല. MDMA സാധനം കണ്ടിട്ടില്ല. അതുപോലെ എന്നോട് പറയാറ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, ഭയങ്കര ധൈര്യം ഇരിക്കാനാണ് എനിക്ക്, ഭയങ്കര സംഭവമാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലാസ് ഉണ്ടെന്ന്, ഒരു മോട്ടിവേഷൻ തന്നെ എനിക്ക്. ഇത് ഉപയോഗിച്ച് നോക്കിയാറ്. ഞാൻ വേണ്ട 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 എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് അഡിക്ഷൻ ആവുന്നില്ല, നമ്മളെ ജസ്റ്റ് ഉപയോഗിച്ചത് ഇവിടെ തീർന്നു തരണം. പക്ഷെ ആ പറച്ചിൽ വെറുതായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് പിന്നെയും വേണമെന്നുള്ളതിലേക്ക് അഡിക്ഷൻ ആയി അത് ഉപയോഗിച്ച് ചെറിയ അളവ് കൂടി ഞാൻ വലിയ അളവിൽ ഉപയോഗിക്കൽ തുടങ്ങി. പിന്നെ ഞാൻ ദിവസം ഉപയോഗിക്കലായി. എനിക്കിതില്ലാതെ പറ്റാതായി. ഒരു രാവിലെ നമ്മളൊരു ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിച്ച് നമ്മളതിന് ശേഷം മരുന്ന് കഴിക്കുന്ന പോലെ ഞാൻ ഭക്ഷണത്തിന് ശേഷം MDMA എന്ന് പറഞ്ഞ പോലെ ഞാനായി. ഇതില്ലാതെ പറ്റാതായി. എനിക്ക് എണീച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം. ഇനിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളെക്കുറിച്ച് യുവാവ് പറയുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിന്റെ ആസക്തിയിലേക്ക് നയിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ആ ആസക്തി എങ്ങനെയാണ് എന്ന് അതുപയോഗിച്ച ഒരാൾ പറയുന്നുണ്ട്. ലഹരി വസ്തുക്കളില്ലാതെ ജീവിതം സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ലഹരി വസ്തുക്കളുടെ അടിമയായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ ഒരിക്കലും സാധിക്കില്ല എന്നൊരു തോന്നൽ. അതുമാത്രമല്ല, എല്ലാവരെയും സംശയത്തിന്റെ കണ്ണിലായിരിക്കും നോക്കുക. എല്ലാവരും ശത്രുക്കളാണ് എന്ന ചിന്ത. ഉപയോഗിച്ചു കഴിഞ്ഞാല് ഒരു മനുഷ്യനായ ആൾക്ക് ഉറങ്ങാൻ പറ്റും, ഉറങ്ങൂല, പിന്നെ ഭക്ഷണം കഴിക്കൂല, ഇത് രണ്ടും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉറങ്ങാതെ പല എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊണ്ട് അങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഇതില് 4 ഘട്ടങ്ങളായിട്ടാണ് ഈ MDMA ഉപയോഗിക്കുന്നവർക്കുള്ളത്. ഫസ്റ്റ് ഘട്ടമാണ് എന്റർടൈൻമെന്റും എൻജോയ്മെന്റും ഭയങ്കര ധൈര്യം, ഭയങ്കര സംഭവം. അങ്ങനെ ഇത് ഫസ്റ്റ് ഘട്ടം ഭയങ്കര ധൈര്യം കാര്യങ്ങളാണ്. സെക്കൻഡ് ഘട്ടം സംശയത്തിലേക്ക് മാറും. നമ്മളിപ്പോ ഒരാളിവിടെ ഇരിക്കണ, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പുറം ഇരിക്കണം, നമുക്ക് സംശയം തോന്നും. ഓരോ വ്യക്തികളും സംശയം. നമ്മളെ ഉമ്മാനെ പെങ്ങളെ എല്ലാരും നമുക്ക് സംശയം. അവര് നമ്മളെ ഒറ്റ കൊടുക്കണ്ടോ, അവര് നമ്മളെ പിടിപ്പിക്കോ, അല്ലെങ്കിൽ അവരെ നമ്മളെ അങ്ങനെ പല സംശയം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ് വൈലന്റ്. നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ആര് പറഞ്ഞാൽ നമുക്ക് പറ്റൂല, നമുക്ക് എല്ലാവരും ദേഷ്യവും പെട്ടെന്ന് പ്രശ്നങ്ങൾ മാത്രം. അത് കഴിഞ്ഞ് ലാസ്റ്റ് 4ാമത്തെ ഒരു ഘട്ടമാണ് നമുക്ക് മനം മടുപ്പ്. നമുക്ക് ഇനി ജീവിക്കണ്ടെന്ന് തോന്നും, നമുക്ക് ആരുമില്ല. ഈ 3ാമത്തെ
ഘട്ടത്തിൽ നമ്മൾ വയലന്റ് എല്ലാവരും നമ്മൾ വെറുപ്പിക്കും. നമുക്ക് ആരും ഉണ്ടാവില്ല, എല്ലാവരും നമ്മൾ ദേഷ്യപ്പെടുന്നു, പ്രശ്നം ഉണ്ടാക്കുന്ന തെരുവുകൾ പറയുന്നത് എല്ലാവരും നമ്മൾ വെറുപ്പിച്ച് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ നമ്മൾ അടുത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ആരും ഇല്ല എന്നുള്ള തോന്നലായി വരും. നമുക്ക് ആരുമില്ല, നമുക്ക് ഫ്രണ്ട്സ് ഇല്ല, നമുക്ക് ആരുമില്ല, നമ്മൾ എന്തിനു ജീവിക്കണം എന്നുള്ള തോന്നല് നമ്മൾ മരിക്കണം, ആത്മഹത്യ ചെയ്യും. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കയറെടുത്ത് ഞാൻ ഫാനിൽ തൂങ്ങിയാളാണ്. എനിക്ക് തോന്നിയതാണ്, എനിക്ക് ആരുമില്ല, ഞാൻ എല്ലാവരുടെയും കോമാളിയാണ്, ഞാൻ എന്തിനു ജീവിക്കുന്നു വിചാരിച്ച് ഞാനിത് ചെയ്യാൻ നിന്ന ആളാണ്. യുവാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ള 4 ഘട്ടങ്ങളെക്കുറിച്ചാണ്. എന്നാൽ വിമുക്തി നൽകിയിട്ടുള്ള ചില ലഘുലേഖകൾ അതിൽ പറയുന്നത് മധ്യഘട്ടം, തീവ്രഘട്ടം, അങ്ങനെ 2-3 ഘട്ടങ്ങളായിട്ടാണ്. അതിൽ മധ്യഘട്ടവും തീവ്രഘട്ടവും മാത്രം പറയാം. മുമ്പ് ഉപയോഗിച്ചിരുന്നതിലും കൂടുതലായ അളവിൽ ലഹരി വസ്തുക്കൾ വേണ്ടിവരുന്നൊരു ഘട്ടമാണത്. ലഹരി അടിമത്തത്തിന്റെ ആരംഭം, ലഹരിയുടെ മേലുള്ള ആധിപത്യം ഇല്ലാതാകുക, മയക്കുമരുന്നുകൾ ഒളിപ്പിച്ചു വെക്കുന്നതിനുള്ള പ്രവണത, വിദ്യാഭ്യാസം, കുടുംബം, ജോലി തുടങ്ങി സാമൂഹികമായ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വ്യക്തി ശുചിത്വം മറക്കുക, മുമ്പുള്ള ഇഷ്ടങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മാറി നിൽക്കുക, പൂർണ്ണമായും മയക്കുമരുന്നുകളുടെ അടിമത്തത്തിലാവുക, സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരിക, മരണം നേരത്തെ നടക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാവുക. ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം ഇങ്ങനെ ഒരുവന്റെ സ്വഭാവം, സാമൂഹിക ജീവിതം എന്നിവയിൽ മാറ്റങ്ങളുണ്ടാക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവ്, ചിന്താശേഷി, വികാരങ്ങൾ തുടങ്ങിയ ഒരു വ്യക്തിയുടെ മാനസിക വ്യാപാരങ്ങളെയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം സ്വാധീനിക്കുന്നു. 3ാമത്തെ ഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ വയലന്റ് ആയിട്ട് നാട്ടിലും വീട്ടിലും ഫുൾ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാകാൻ എനിക്ക് അവസരം കിട്ടിയില്ല. കാരണം ഞാൻ ഈ ബാംഗ്ലൂരും എറണാകുളം ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും ഞാൻ വീട്ടിൽ എപ്പോഴേലും വരലുണ്ടായതുള്ളൂ. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ അവസരങ്ങൾ കിട്ടിയിരുന്നില്ല. പക്ഷെ വരുമ്പോ പ്രശ്നം ഉണ്ടാകുന്ന മുമ്പാക്കി ഞാൻ വീട്ടിൽ വരുമ്പോ പേടിയായിരുന്നു. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ പലരോട് തർക്കിക്കും, ദേഷ്യപ്പെടും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്നെ അപേക്ഷിച്ച് ബാക്കിയുള്ള അതിന്റെ ഫ്രണ്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല. ഞാനിത് ഒരുപാട് എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ജനലില്ല, ബാത്റൂമിന് ഡോറില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ബാത്റൂമിന് ഡോറില്ല, പിന്നെ അലമാരക്ക് ഗ്ലാസ് ഇല്ല. അതൊക്കെ അവൻ അടിച്ചു പൊളിച്ചു. അത് ചോദിച്ചപ്പോ പറഞ്ഞിട്ട് ഞാൻ അടിച്ചു പൊളിച്ചു. കാരണം ഈ പ്രഷറാവുകൾ, ഈ ലഹരി MDMA സാധനം ഉപയോഗിക്കുന്ന ആൾക്ക് അവൻ പറഞ്ഞതൊക്കെ നടക്കണം. വാശി, ആ വാശി നമ്മൾ വിട്ടുകൊടുക്കൂല. ഉപയോഗം മൂലം നമ്മുടെ മാനസിക, ശാരീരിക തലങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്. അതിന്റെ തെളിവാണ് ഈ യുവാവ് ഇപ്പോൾ പൊതുജന മധ്യത്തിൽ വിളിച്ചു പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് തന്റെ ജീവിതത്തെ സ്വാധീനിച്ചത് എന്ന്. പരാശ്രയമില്ലാതെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ന്യൂസ് തുടങ്ങിയത്. പക്ഷേ കൂട്ടുകെട്ടിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കഥ പറയാം. ചങ്ങാതിമാരായിരുന്ന ഒരു കാക്കയുടെയും അരയന്നത്തിന്റെയും കഥ. ഒരു ദിവസം കാക്ക അരയന്നത്തെ തന്റെ താമസയിടത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ ചുറ്റും ചിതറിക്കിടക്കുന്ന ചാണകവും മാംസവും അസ്ഥിയും കൊണ്ട് ദുർഗന്ധം വമിച്ചിരുന്നു. അരയന്നം പറഞ്ഞു, സഹോദര, ഇത്രയും വൃത്തികെട്ട സ്ഥലത്ത് ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാനാവില്ല. വല്ല പുണ്യസ്ഥലവും നിങ്ങൾക്കറിയാമെങ്കിൽ എന്നെ അവിടേക്ക് കൊണ്ടുപോകൂ. അങ്ങനെ കാക്ക അരയന്നത്തെ ഒരു രാജാവിന്റെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഇരുവരും ഒരു മരക്കൊമ്പിലിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ രാജാവ് വിശ്രമിക്കുകയായിരുന്നു. അരയന്നം നോക്കിയപ്പോൾ സൂര്യരശ്മികൾ രാജാവിന്റെ മേൽ പതിക്കുന്നത് കണ്ടു. രാജാവിന് വെയിലേൽക്കണ്ട എന്ന് കരുതി അരയന്നം തന്റെ ചിറകുകൾ വിരിച്ച് കുടയാക്കി സൂര്യനിൽ നിന്നും രാജാവിന് അല്പം ആശ്വാസം നൽകി. പക്ഷെ കാക്ക തന്റെ സ്വതസിദ്ധമായ ശീലമനുസരിച്ച് രാജാവിന്റെ തലയിൽ കാഷ്ടിച്ചു. കുപിതനായ രാജാവ് അരയന്നമാണ് കാഷ്ടിച്ചത് എന്ന് കരുതി അമ്പെയ്ത് അരയന്നത്തെ വീഴ്ത്തി. ഇതുകണ്ട് കാക്ക വേഗം പറന്നുപോയി. മരണാസന്നനായ അരയന്നം പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മേൽ കാഷ്ടിച്ചത് ഞാനല്ല, അങ്ങയ്ക്ക് തണൽ നൽകിയവനാണ് ഞാൻ. ശുദ്ധമായ ജലത്തിലും പരിസരത്തിലും ജീവിക്കുന്നവനാണ്. ഒരിക്കലും വൃത്തിഹീനമായ കാര്യങ്ങൾ ചെയ്യുന്നവനല്ല. പക്ഷെ ഇപ്പോഴിതാ വൃത്തികെട്ട കൂട്ടുകെട്ട് കാരണം എന്റെ ജീവിതം നശിച്ചു.